ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലെബനോനുമായിട്ടുള്ള യുദ്ധത്തിൽ ആയുധങ്ങളും സൈന്യവും നഷ്ടപ്പെട്ട് തോറ്റ് വെടിനിർത്തൽ കരാറിന് തയ്യാറായ ഇസ്രായേൽ ലെബനോൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും പിൻവാങ്ങുമ്പോൾ അവിടേക്ക് പതിനായിരക്കണക്കിന് സൈന്യത്തെ വിന്യസിക്കുന്ന വാർത്തയാണ് ഇന്നലെ ലെബനോനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ 15,000-ലധികം ചാവേർ പോരാളികൾ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. അതുകൂടാതെ അവിടേക്ക് 60,000-ലധികം സൈനികർ എത്തിയിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് കാരണം നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയിരുന്നു. ഇനി ഹിസ്ബുള്ളയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ ആക്രമണമോ ഉണ്ടായാൽ ഞങ്ങൾ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും. അത് ലെബനോൻ്റെ ഏത് ഭാഗമൊന്നും ഞങ്ങൾ നോക്കില്ല, സിവിലിയൻ്റെ ഏരിയ ആണോ പോരാളികളാണോ എന്നൊന്നും ഞങ്ങൾ നോക്കില്ല, അവിടേക്ക് അടിക്കും, ഞങ്ങൾ ഗസ പോലെയാക്കും എന്നൊരു ഭീഷണി ഈ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹിസ്ബുള്ള ഇപ്പോഴത്തെ നീക്കം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു നീക്കമാണ് എന്നാണ് അറബ് ന്യൂസ്, ഷെർക്ക് ലൗസത്ത്, റോയിറ്റേഴ്സ് പോലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഇടിച്ച് കയറാൻ കഴിയും. ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് ഒരു വലിയ സൈന്യം ഇടിച്ചു കയറുന്നത് ഇസ്രായേലിനെ താങ്ങാനാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലിന് വളരെ അപകടമുണ്ടാക്കുമോ എന്നാണ് ഈ പത്രങ്ങൾ പറയുന്നത്. അവർ 10,000-കണക്കിന് റിക്രൂട്ട്മെൻറ്റുകൾ സൈന്യത്തിലേക്ക് നടത്തുകയാണ്. യുവാക്കൾക്കിടയിൽ അവർ വ്യാപകമായി പരസ്യമാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ സൈന്യത്തിൽ ചേരൂ. അതിൽ ആകർഷനായി അനേകം ആൾക്കാർ സൈന്യത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൂടാതെ ലെബനോനിലെ ടയർ ഡിസ്ട്രിക്റ്റിലെ അൽ മഷൂക്ക്, ബുർജുൽ ഷമാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ മരിച്ചു വീണ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ ഈ ഹിസ്ബുള്ള തന്നെ ഇസ്രായേലിന് കൈമാറുന്നു എന്നുള്ളൊരു വിവരവും ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മൃതശരീരങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അത് നെതന്യാഹുവിന് വളരെയധികം ദോഷമാണ് ചെയ്യുന്നത്. വ്യാപകമായി നെതന്യാഹു വിമർശിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ മൃതശരീരങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ നെതന്യാഹുവിൻ്റെ അനുയായികളും ഈ ബന്ധുക്കളും തമ്മിൽ വാക്കുതർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ് നാട്ടിൽ സംഭവിക്കുന്നത് എന്നാണ് പ്രാദേശിക പത്രങ്ങൾ, ഇസ്രായേലിലെ പ്രാദേശിക പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറമേ ശാന്തമാണെങ്കിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന, ഉള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇസ്രായേൽ ഇപ്പോൾ. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാം. അതിലൂടെ നെതന്യാഹുവിൻ്റെ ഭരണം തന്നെ തെറിച്ചു പോയേക്കാം. അത് യുദ്ധവേളയിലായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞായിരിക്കാം. ഇസ്രായേൽ പോലുള്ള രാജ്യത്ത് നിന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു വാർത്ത പ്രതീക്ഷിച്ചിരിക്കില്ല. അതുകൂടാതെ ഇസ്രായേലിലെ ഹദേലികൾ സൈനിക സേവനത്തിന് ഇറങ്ങണം എന്നൊരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2025 മുതൽ 42 ദിവസത്തെ സൈനിക സേവനത്തിന് റിസർവിസ്റ്റുകളെ വിളിക്കുമെന്നാണ് IDF ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവന. ഇത് ഹദേലികൾക്കിടയിലും വ്യാപകമായ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. സൈനികരാണോ ഇനി മുതൽ സിനഗോഗുകളിൽ പ്രാർത്ഥന നടത്തേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അവർക്ക് അവിടെ യുദ്ധത്തിലൊന്നും ചേരേണ്ട ആവശ്യമില്ല. അവർ ഈ റബ്ബികളൊക്കെ അവരാണ്. അവർക്ക് ഈ ആരാധന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, പട്ടാള സേവനമൊന്നും വേണ്ട. അവിടുത്തെ ഉന്നത വർഗമാണ്, പുരാതന ഓർത്തഡോക്സ് വിഭാഗമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം തിങ്കളാഴ്ച വൈകുന്നേരം ഹിസ്ബുള്ളയും IDFും തമ്മിൽ ലെബനോനിൽ വൻ ഏറ്റുമുട്ടൽ നടന്നിരുന്നെങ്കിലും ഈ സൈനിക പിന്മാറ്റം കൊണ്ട് അതിൽ കുറച്ച് പിരിമുറുക്കത്തിന് അയവ് വന്നിട്ടുണ്ട്. എങ്കിലും ഹിസ്ബുള്ള വളരെ ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്. ഇനി ഏത് നിമിഷവും ഹിസ്ബുള്ളയിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അത് ഇസ്രായേൽ ഭയക്കുന്നുണ്ട്, IDF ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നത്. കൂടാതെ ഗസയിൽ നിന്നും ഹമാസിൻ്റെ ഒരു പ്രസ്താവനയും ഇറങ്ങിയിട്ടുണ്ട്. അതായത് തട്ടിക്കൊണ്ടുപോയ 35 പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 6 പേരെ ഇന്നലെയാണ് തിരിച്ചറിയുന്നത്. ഇതിനുമ്പോൾ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രായേലും അമേരിക്കയൊക്കെ വിശ്വസിച്ചിരുന്ന 6 പേരെ ലിസ്റ്റ് കൂടി ഇത് പുറത്തു വന്നിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് പറയുന്നത്. അതൊരിക്കലും അവർ ബന്ധുക്കളെ കൊല്ലില്ലല്ലോ. അവിടെ വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അതല്ല, കഴിഞ്ഞ ജൂണിൽ നുസൈറാത്തിൽ നടന്ന പോലെ ഒരു ഏറ്റുമുട്ടൽ നടത്തി ബന്ദികളെ മോചിപ്പിക്കാനാണ്
ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഒരു ന്യൂസ് ഈ ഹമാസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഞങ്ങൾ മുഴുവൻ ബന്ദികളെയും കൊല്ലും എന്ന് അവരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ 4 വശത്തുനിന്നും ഭീഷണി തന്നെയാണ്, രക്ഷയില്ല. ഇവരാൾ കളിക്കാൻ നോക്കുന്നതനുസരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയുമായിട്ടുള്ള നിരന്തരമായി വാക്ക് തർക്കവും ഈ ആക്രമണം നടക്കുന്നത് അറബ് ലോകത്തെ ആകപ്പാടെ പരിഭ്രാന്തമാക്കിയിട്ടുണ്ട്. അത് ഇസ്രായേലിയരെ അങ്ങനെ തന്നെ, ജൂതരെ അങ്ങനെ തന്നെയാണ്. ഇതൊരിക്കലും അവസാനിക്കില്ല എന്ന് അവർ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതാരും തോൽക്കുന്നില്ല. ഇവർ നിരന്തരമായിട്ടെങ്കിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷകളൊക്കെ മങ്ങുകയാണ്. ഈ യുദ്ധത്തിലെ ശാശ്വതമായ ഒരു പരിഹാരം പലസ്തീൻ എന്ന രാഷ്ട്ര രൂപീകരണം മാത്രമേ ഉള്ളൂ എന്നാണ് ഹമാസ് പറയുന്നത്. ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ സ്ത്രീകളെയും രാജ്യം തന്നെ നഷ്ടപ്പെടുത്തി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് നേടാതെ ഞങ്ങളായിട്ട് ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കില്ല. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലൊരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും എന്നാണ് ഹമാസ് ഇന്നലെ ഒരു പത്രപ്രസ്ഥാനയിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ്താവന ഇറക്കാറുണ്ട്. ഇനി വരുന്ന തലമുറയുടെ സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവൻ ബലി കഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനുവേണ്ടിയാണ് പോരാടുന്നത്, അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല എന്ന് ഹമാസ് ആണയിടുന്നുണ്ട്. അതിന് വേണ്ടത് ഇസ്രായേൽ എന്ന സാമ്രാജ്യത്വ അധിനിവേശ ശക്തിയെ അടിച്ചൊതുക്കുകയോ മൂലക്കിരുത്തുകയോ ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ഹമാസ് വിശ്വസിക്കുന്നത്. അടിച്ചമർത്തലിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഈ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അത് കൂടുതൽ വീര്യത്തോടു കൂടി കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്.